2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മാതൃഭൂമി ഡൽഹി ബ്യൂറോ പ്രത്യേക പ്രതിനിധി എൻ അശോകന് മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എൻ അശോകൻ പതിറ്റാണ്ടുകളായി മാതൃഭൂമി ഡൽഹി ബ്യൂറോയുടെ പര്യായമായി മാറിയ വ്യക്തിത്വത്തിനുടമയാണ്. പത്രപ്രവർത്തനത്തിൽ അരനൂറ്റാണ്ട് പിന്നിടാൻ അധികം പേർക്ക് കഴിയാറില്ല. അസാധാരണമായ ആ നേട്ടവും അദ്ദേഹം 80-ാം വയസ്സിലെത്തി എന്ന കാര്യവും ഒരുമിച്ച് വന്ന സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ തന്നെ സർക്കാരിൻ്റെ ആദരവും എത്തുന്നു എന്നതിൽ ഒരു ചർച്ചയുണ്ട്. മികച്ച ടി.വി. ന്യൂസ് റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോ സീനിയർ ചീഫ് റിപ്പോർട്ടർ പ്രശാന്ത് കൃഷ്ണയ്ക്ക് ലഭിച്ചു. മികച്ച ടി.വി. ന്യൂസ് ക്യാമറാമാനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ബ്യൂറോ ക്യാമറാമാൻ ഷാജു ചന്തപുര ഏറ്റുവാങ്ങി. 2023 മികച്ച ടി.വി. ന്യൂസ് ക്യാമറാമാനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കൊച്ചി ക്യാമറാമാൻ ശരത് അമ്പാട്ടുകാവിന് ലഭിച്ചു. അച്ചടി വിഭാഗത്തിലെ മികച്ച റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരത്തിന് മാതൃഭൂമി കോഴിക്കോട് സീനിയർ സബ് എഡിറ്റർ നിലീന അത്തോളിയും അർഹയായി. GSTയുടെ പഴുതുകൾ തുറന്നു കാട്ടുന്ന റിപ്പോർട്ട് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ മികച്ച നാമാവശേഷമാകുന്ന പാറക്കുളങ്ങളെ കുറിച്ചുള്ള വിഷ്വലിനാണ് അവാർഡ്. ഒരു പക്ഷി കുടുംബത്തിന്റെ ജീവിതത്തിലെ സവിശേഷ മുഹൂർത്തങ്ങളെ, ലക്ഷദ്വീപിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് മാതൃഭൂമി